ഏ എന്താ അവിടെ നിൽക്കുന്നത്? ഇരിക്കേ. നിനക്ക് ഈ ഡ്രസ്സിനേക്കാളും സാരി ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഞങ്ങളെ കണ്ടിട്ട് എന്തിനാ ഓടിയേ? അപ്പൊ നീ എന്തോ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 11 എവിടെയായിരുന്നു? എന്തോ വർക്കൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. കണ്ടുടനെ മനസ്സിലാവും. എവിടെയായിരുന്നു? സഖിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അതാരെ നിന്റെ ഗേൾഫ്രണ്ട് ആണോ? അതറിഞ്ഞിട്ട് നിനക്കെന്ത് ചെയ്യാനടി? ഫൈബർ ലാത്തി എടുത്ത് നിന്നെ അടിച്ചാലുണ്ടല്ലോ. 40 വയസ്സിൽ ഞരം പൊടിച്ച് ചത്തുപോന്നി. നീ ആ പെണ്ണിനെ കൊന്നെന്ന് ഞങ്ങൾക്ക് അറിയാം. മര്യാദക്ക് എന്തിനാന്ന് പറ. വിചാരണയെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് തല്ല്. ഇവിടെ റെക്കോർഡാവുന്ന വെച്ച് നിന്റെ പേരിൽ കേസിടാൻ പറ്റും, അറിയാലോ. അതിന് നീ റൂം വിട്ട് പോണ്ടേ? നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഇവിടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും റിപ്പോർട്ട്. തെറ്റായ ഒരുത്തനെ പിടിച്ച് ടൈം വേസ്റ്റ് ചെയ്യുക ആണല്ലേ? ശരി. സെക്ഷൻ 177 ചോദിച്ചിനുള്ള ഉത്തരം പറഞ്ഞില്ല. സെക്ഷൻ 179 സത്യം മറച്ചു വെക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിക്കോളാം. ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ. ജയിലിനകത്ത് എന്തായിരിക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ? അവിടെ നിന്റെ ഈ നായൊന്നും ഉണ്ടാവില്ല. അത് വേറെ ലോകമാ. ഇടുങ്ങിയുള്ള റൂം, ഓപ്പൺ ടോയ്ലറ്റ്. ഇത്രയും നാൾ നീ 4 ചുവരിനുള്ളിൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്തത് 50ഓളം ആളുകളുടെ മുമ്പിൽ ചെയ്യേണ്ടി വരും. ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. ഞാനിപ്പോ എന്ത് പറയണമെന്ന് പറയുന്നത്? സത്യം പറയണം. ഞാൻ കൊന്നിട്ടില്ല. അപ്പൊ ഇവിടെ തന്നെ കടന്ന് നരകിക്കും. ഞാൻ കൊന്നിട്ടില്ല. ഹായ് അഗ്നി, അസുഖമൊക്കെ ഭേദായോ? എന്താ സാർ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഒന്ന് നോക്കിയും കണ്ടും ചെയ്തൂടെ? എങ്ങോട്ട് പോവാ? ക്യാബിനിലേക്ക്. വേണ്ട, ഡിഡിയെ കണ്ടിട്ട് പോ. എന്താ? നിന്നെ ഞാൻ വിളിച്ചതല്ലേ. ഞാൻ വരുന്നതിന് മുമ്പ് ആരാ നിന്നോട് ഇരുട്ടിനകത്ത് പോകാൻ പറഞ്ഞേ? എന്തിനാ നിനക്ക് ഈ ഹീറോയിസം? ഓ അങ്ങനെയൊന്നുമല്ല. ശരി, അവിനാശ് മേഡറിനുള്ള മോട്ടീവ് എന്താ പറഞ്ഞു? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്ക്. എന്തേ, ഞാൻ ട്രീറ്റ്മെന്റിന് ചെന്നാ ശരിയാവുമെന്ന് പറഞ്ഞു. നീ ചെയ്തത് മാത്രം തെറ്റാണെന്ന് സമ്മതിക്കില്ലല്ലേ? ഞാൻ എന്ത് തെറ്റിയെന്ന് പറയുന്നത്? നിന്റെ വീക്ക്നെസ് മറച്ചു വെക്കാൻ വേണ്ടി എല്ലാരോടും ദേഷ്യപ്പെടണ്ട. ദീപ, ദീദിയെ കാണണം. അഗ്നി വന്നിട്ടുണ്ടെന്ന് പറ. ഓക്കെ. എന്തിനാ നോക്കി പഠിപ്പിക്കുന്നെ? അവിടെ ഇരിക്കേ. എന്താ സാർ, സുഖമാണോ? ആ, ദാ നോക്ക്. ശരീരത്തെ ബാധിക്കുന്നതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാ. ഇരുട്ടിൽ പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നീ വിശ്വസിക്കണം. നീ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നടക്കുക. സാമിനോട് കാണിക്കുന്ന കെയറൊക്കെ ഒന്ന് നിന്നോടും കൂടി കാണിക്ക്. ലൂണ, ഡിഡി നിങ്ങളോട് മാത്രം കൂടി ചെല്ലാൻ പറഞ്ഞു. പറയൂ സർ. സോറി മാഡം, അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ കാര്യം? സാം അച്ഛനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് അവനെ ഹാൻഡിൽ ചെയ്യാനേ കഴിയുന്നില്ല. ദയവ് ചെയ്ത് ഒരു തവണ വന്ന് അവളെ ഒന്ന് കണ്ടിട്ട് പോകൂ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ മാഡം, ഞാൻ വന്നോളാം. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഈ സത്യം ഒളിപ്പിച്ചു വെക്കുക?
ഷൂട്ട് ചെയ്യാൻ പഠിച്ച അന്ന് തന്നെ നിന്നെ ഷൂട്ട് ചെയ്യണമായിരുന്നു. തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കായിരുന്നു. നിനക്കൊരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നോ? സോറി മോളെ, ഞാൻ ആകെ മൂഡ് ഔട്ടിലായിരുന്നു. എന്ത് പറ്റി മോനെ? സ്റ്റേഷനിൽ ഒരാള്. ശരി, അതൊക്കെ പോട്ടെ, അതിരിക്കട്ടെ. ഇതെന്നെ പേടിപ്പിക്കാനാ? അത് കൊളായിപ്പോയി. അല്ല, നീ എങ്ങനെ കണ്ടുപിടിച്ചു? അത്ര വലിയ തരികിടയാണോ നീ? പിന്നെ കൊല ചെയ്യാൻ വന്നവൻ കത്തി ആംഗിളിൽ വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. വാട്ടർ മാർക്ക് പോലും മാറിയിട്ടില്ല. ഒരുപാട് വാച കടിച്ച വാല് ഷൂട്ട് ചെയ്യാൻ ഈ വീട്ടിൽ ഒരു റൗഡി മതി. അത് ഞാനായിരിക്കണം. ഓഹോ. ഫ്രിഡ്ജില് വെള്ളം ആംഗിളിൽ കത്തിന്നൊക്കെ വാച കടിച്ചില്ലേ? പറ്റിയ ഇതെന്താന്ന് കണ്ടുപിടിക്കേ. ലെമൺ കൊണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് ഈസ് ഫിൽ ഓഫ് സോൾവിംഗ് പസിൽസ് അല്ലേ? തോക്കെന്റെ മേത്ത് കൊള്ളുന്നു. സാരമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓയ്, നീ കരയല്ലേ? നമുക്ക് മോള് ജനിച്ച പിന്നെ എന്നോടുള്ള സ്നേഹം കുറയോ? നീ അല്ലേടി എന്റെ ആദ്യത്തെ മോള്. സത്യാണോ? ചുമ്മാ പോടാ. ഹേയ്, ഈ എക്സ്പ്രഷൻ കൊള്ളാലോ. എവിടെ ഒരു സെൽഫി എടുക്കട്ടെ? എന്താടി ഗൊറില്ലേ പോലെ പോസ് ചെയ്യുന്നേ? വീഡിയോ എടുക്കണ്ട. വാടി ഇങ്ങോട്ട്. ദേ പുറത്ത് കുൾഫി വന്നിട്ടുണ്ട്. അതല്ലടി കഴിച്ചോണ്ടിരിക്കുന്നത്. അത് നിനക്ക്, എനിക്ക്. പോ. ഒരു ചേഞ്ച് അല്ലേ? നീ അകത്ത് പോയി എടുത്തോണ്ട് വാ, ഞാൻ നിക്കാൻ പറയാം. പോ. ഏയ്. എന്താടാ തെണ്ടി? നീ ഇപ്പൊ പോകുന്നുണ്ടോ?